രാസലഹരിയുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗത്തിന് ഗവൺമെന്റും അതേപോലെ തന്നെ എക്സൈസ് വകുപ്പും പോലീസുമാണോ ഉത്തരവാദികൾ? അവർ ആക്റ്റീവ് ആവാത്തോണ്ട് മാത്രമാണോ ലഹരിയുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇതിൽ ഉത്തരവാദികളായിട്ട് വരുന്നത് കുടുംബങ്ങളും അതേപോലെ തന്നെ സമൂഹവും ഒരേപോലെ ഗവൺമെന്റും ഉത്തരവാദികളാണ്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലകളിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ശാരീരികാരോഗ്യത്തിൻ്റെയും മാനസികാരോഗ്യത്തിൻ്റെയും പ്രായോഗികതയെ കുറിച്ചിട്ടും അതിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടും അത്യാവശ്യകതയെ കുറിച്ചിട്ടും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാനസികാരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അതിലൂടെ അടുത്തതായിട്ട് വരുന്ന ഒരു ജനറേഷനെ ലഹരി ഉപയോഗിക്കാത്ത ഒരു രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രതികരണശേഷിയുള്ള ഒരു ജനത ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിലൂടെയും നമുക്ക് ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കുടുംബങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള ശാരീരിക ആരോഗ്യ മാനസിക ആരോഗ്യ ഘടകങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ ബോധവാന്മാരാക്കി കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തിന്റെയും സമൂഹത്തിന്റെ ഭാഗത്തിന്റെയും കുടുംബങ്ങളുടെ ഭാഗത്തുനിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനസിക ആരോഗ്യപരമായിട്ടുള്ള രീതികൾ കുട്ടികളിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കാത്ത ഒരു തലമുറയിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. എന്നിരുന്നാലും മാനസികമായിട്ടുള്ള തകർച്ചകളിൽ മാനസികാരോഗ്യം നഷ്ടപ്പെടുന്ന സമയങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള പഠനങ്ങളിലൂടെ മാനസികാരോഗ്യപരമായിട്ടുള്ള പഠനങ്ങളിലൂടെ ഇതിന് ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.